പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യത്തിനൊപ്പം വീടുകൾ പൊളിച്ച ശേഷമുള്ള അവശിഷ്ടങ്ങളും മലയോര ഹൈവേയുടെ വശങ്ങളിൽ വ്യാപകമായി തള്ളുന്നതായി ആരോപണം. മലയോര ഹൈവേയിൽ ഏലപ്പാറയ്ക്കും 3-ാം മൈലിനും ഇടയിലുള്ള റോഡിന്റെ വശങ്ങളിലാണ് വ്യാപകമായ അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ഏലപ്പാറ മുതൽ 3-ാം മൈൽ വരെയുള്ള മലയോര ഹൈവേയുടെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമായിരിക്കുകയാണ്. പ്ലാസ്റ്റിക് അടക്കമുള്ള ജൈവ അജൈവ മാലിന്യങ്ങളും വർക്ക്ഷോപ്പുകളിൽ നിന്നും മറ്റ് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ അടക്കമാണ് വ്യാപകമായി നിക്ഷേപിച്ചിരിക്കുന്നത്. മാലിന്യം ഇവിടെ കുമിഞ്ഞുകൂടി വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത്. മാലിന്യ നിക്ഷേപം നിർബാധമായി തുടരുമ്പോഴും ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഇതിന് തടയിടാൻ നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത്. മാലിന്യം ഇങ്ങനെ നിക്ഷേപിക്കുന്നതിനൊപ്പം വീടുകൾ പൊളിച്ചതിനു ശേഷമുള്ള അവശിഷ്ടങ്ങളും ഇപ്പോൾ വ്യാപകമായി നിക്ഷേപിക്കുന്നുണ്ട്. ഭാഗത്ത് കെട്ടിട മാലിന്യങ്ങളും നമ്മുടെ വീട്ടുമാലിന്യങ്ങളും ഒക്കെ കൊണ്ട് ഡംപ് ചെയ്ത് ഈ റോഡിൻ്റെ മനോഹാരിതയെ നഷ്ടപ്പെടുത്തരുത്. നേരത്തെ നമ്മൾ കട്ടപ്പനയിൽ നിന്ന് ഏലപ്പാറ വന്നുകൊണ്ടിരുന്ന 1-ാം മൈലിലെ ദുർഗന്ധം വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും നമ്മളാക്കി തീർക്കരുത്. നമ്മളായിട്ട് നമ്മുടെ നാട്ടിനെ നശിപ്പിക്കരുത്. എല്ലാവരും ജാഗ്രതയോടെ പെരുമാറണം. മലയോര ഹൈവേയുടെ വശങ്ങളിൽ കാടുമൂടി കിടക്കുന്നതിനാൽ ഇവയുടെ മറവിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത്. മാലിന്യം കുമിഞ്ഞുകൂടിയതോടെ മേഖല തെരുവു നായ്ക്കളുടെ താവളമായി മാറിയിരിക്കുകയുമാണ്. പ്രദേശത്ത് വ്യാപകമായി ഇത്തരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയാൽ സാംക്രമിക രോഗ ഭീഷണിയും ഉണ്ടാകും. ഇവയെല്ലാം പരിഗണിച്ച് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ മേഖലയിലെ മാലിന്യ നിക്ഷേപത്തെ തടയിടാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.